ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് ഐ പി ഒയിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാം. അതുപോലെ തന്നെ ഇതുപോലുള്ള നോളേജ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം എങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. നമുക്ക് തുടങ്ങാം. എന്താണ് ഐ പി ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഒരു കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് IPO, അതായത് ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്നുള്ളതാണ്. IPOയിലൂടെ ഒരു കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ലിസ്റ്റഡ് ആവുകയും അതിനുശേഷം സ്റ്റോക്ക് മാർക്കറ്റിൽ വാങ്ങൽ വിൽക്കൽ നടത്താൻ കഴിയുകയും ചെയ്യുന്നു. IPOയിലൂടെ നമുക്ക് ഒരു സ്റ്റോക്ക് ഒരിക്കലും വാങ്ങാൻ കഴിയില്ല, ഒരു ലോട്ട് സ്റ്റോക്കാണ് വാങ്ങാൻ കഴിയുക. ഒരു ലോട്ട് എന്നത് കമ്പനി തീരുമാനിക്കുന്ന നിശ്ചിത എണ്ണം സ്റ്റോക്കുകളെയാണ് ഒരു ലോട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ വില ഏകദേശം 10,000 മുതൽ 15,000 ഉള്ളിലാണ് ഏകദേശം വരാറുള്ളത്. ഇത് പല കമ്പനികളെയും വ്യത്യസ്തമായിരിക്കും. ഇത് തീരുമാനിക്കുന്ന കമ്പനി തീരുമാനിക്കുന്ന വിലയിലാണ് നമുക്ക് വാങ്ങാൻ കഴിയുക. എങ്ങനെയാണ് IPOയ്ക്ക് അപ്ലൈ ചെയ്യുക എന്നതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപം നടത്തുന്ന ഒരുപാട് ആളുകൾക്കുള്ള സംശയമാണ് IPOയ്ക്ക് എങ്ങനെ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ IPOയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ ഡിമേറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കിയാൽ ഇതുപോലൊരു ഹോം സ്ക്രീൻ നമുക്ക് കാണാൻ കഴിയും. താഴേക്ക് പോകുമ്പോൾ ഇവിടെ IPO എന്നുള്ളൊരു സെക്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഈ IPO എന്നുള്ള അവിടെ ഒന്ന് ടച്ച് ചെയ്യുക. നിലവിലുള്ള IPO നമുക്കിവിടെ കാണാൻ പറ്റും, വരാൻ പോകുന്ന IPOയും കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നിലവിലുള്ള IPOയ്ക്ക് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയൂ. അപ്പോൾ ഇവിടെ 2 IPO ഇന്ന് ക്ലോസിംഗ് ആണ്. ഒന്ന് ഗാലറിഡ് സ്റ്റീൽ ലിമിറ്റഡ് ആണ്, രണ്ടാമത്തെ എക്സൽ സോഫ്റ്റ്വെയർ ടെക്നോളജി ലിമിറ്റഡ് ആണ്. ഈ 2 IPOയും ഇന്ന് ക്ലോസിംഗ് ആണ്. നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് സുദീപ് ഫാർമ ലിമിറ്റഡിലാണ്. അപ്പോൾ 25 നവംബർ 2025 ഇത് ക്ലോസിംഗ് വരുന്നത്. IPOയിൽ അപ്ലൈ എന്നുള്ളതിൽ സെക്ഷനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഒരു ഷെയർ അല്ല IPOയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടാനുസരണം അല്ല അപ്ലൈ ചെയ്യാൻ പറ്റുക. കമ്പനി നൽകുന്ന ഷെയർസാണ് നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇവിടെ കമ്പനി ഒരു ലോട്ടായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മിനിമം 13 ലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു ലോട്ടിൽ ഏകദേശം കമ്പനി നൽകുന്നത് 25 ഷെയറാണ്. ഒരു ഷെയറിൻ്റെ ബാറ്റ് പ്രൈസ് എന്നുള്ളത് 593 രൂപയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള ലോട്ട് കൊടുക്കാം. ഞാനിവിടെ മിനിമം ഒരു 7 ലോട്ട് കൊടുക്കുകയാണ്. ഇത് ഏകദേശം 1,03,000 രൂപ വരും. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മുടെ ഗൂഗിൾ ID അല്ലെങ്കിൽ UPI ID കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ UPI ID ഇവിടെ കൊടുക്കേണ്ടതാണ്. UPI ID ഇവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ അപ്ലൈ എന്നുള്ളതൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നേരെ നമ്മുടെ ഇവിടെ നമ്മുടെ UPI ID കൊടുത്തു കഴിഞ്ഞാൽ UPI ID ഉപയോഗിക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മുടെ റിക്വസ്റ്റ് പോവുകയും അവിടെ നിന്ന് നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാനും സാധിക്കുന്നു. ചെയ്ത IPOയുടെ ഫണ്ട് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഫണ്ട് അക്കൗണ്ടിൽ നിന്ന് പോവില്ല, അക്കൗണ്ടിൽ തന്നെ ബ്ലോക്കായിട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മളിത് പ്രൊസീഡ് കൊടുക്കുന്നതിലൂടെ നമ്മുടെ ഫണ്ട് ബ്ലോക്ക് ചെയ്യുകയും ഇത് IPO കിട്ടുകയാണെങ്കിൽ ഫണ്ട് കമ്പനിയിലേക്ക് പോയും സ്റ്റോക്ക് നമ്മുടെ ഡിമേറ്റ് അക്കൗണ്ടിലേക്കും വരും. അതല്ലാന്നുണ്ടെങ്കിൽ ഫണ്ട് തിരിച്ച് അൺബ്ലോക്ക് ചെയ്ത് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ അതിൻ്റെ പ്രൊസീജിയർ വന്നിട്ടുണ്ട്. നമ്മുടെ ഏത് ബാങ്ക് പിന്നടിച്ച് കൊടുത്തു. ഇത് അപ്ലൈ ആയി കഴിഞ്ഞു. നമ്മുടെ ഏകദേശം 1,03,775 രൂപ ബ്ലോക്കായി കഴിഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് IPO കിട്ടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇത് കമ്പനിയിലേക്ക് പോയും ഷെയർ ഡിമേറ്റ് അക്കൗണ്ടിലേക്കും വരും. അപ്രൂവ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കാം. IPO അപ്രൂവ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കാം. നമ്മുടെ IPO സെക്ഷനിൽ പോയിട്ട് ടച്ച് ചെയ്യുക. ഇവിടെ അപ്രൂവ് യുവർ ആപ്ലിക്കേഷൻ എന്നുള്ളത് കാണാം. നമുക്ക് ഇവിടെ നിന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും പേയ്മെൻറ്റ് മെൻട്രേറ്റഡ് അപ്രൂവ്ഡ് ചെക്ക് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് ഓൺ 26 നവംബർ 25. അപ്പോൾ നമുക്ക് ഇനി നവംബർ 26 ചെക്ക് ചെയ്താൽ മതി. അലോട്ട്മെൻറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് നമ്മുടെ ഡിമേറ്റ് അക്കൗണ്ടിലും അക്കൗണ്ട് കമ്പനിയിലേക്കും പോകും. അഥവാ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരികയും നമുക്ക് പൈസ ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് എന്നുള്ളത് ബ്ലോക്ക് ആയിട്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ അക്കൗണ്ടിൽ തന്നെ പൈസ ഉണ്ട്. ഇപ്പോൾ പല ആളുകളും പറയാറുണ്ട്
IPO അപ്ലൈ ചെയ്ത് എൻ്റെ പൈസ കമ്പനിയിലേക്ക് പോയി എന്നുള്ളത്. കമ്പനിയിലേക്ക് പോയിട്ടില്ല, നമ്മുടെ അക്കൗണ്ടിൽ തന്നെ ബ്ലോക്ക് ആയിട്ടിരിക്കുകയാണ്. IPO കിട്ടുകയാണെങ്കിൽ, അതായത് സ്റ്റോക്കുകൾ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ വരികയാണെങ്കിൽ മാത്രമേ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോവുകയുള്ളൂ, അല്ലെങ്കിൽ അത് തിരിച്ച് അക്കൗണ്ടിൽ തന്നെ വരാറുണ്ട്. വീഡിയോ മുഴുവനായിട്ടും കണ്ടതിന് നന്ദി. എൻ്റെ ചെറിയൊരു പരിശ്രമം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കുക, തുടർന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കണ്ടൻറ്റ് ഇനിയും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. താങ്ക് യു. ഇതുപോലുള്ള നോളജ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.